Welcome to Entrance Physics.39. Springs and simple harmonic motion. നമുക്കറിയാം സ്പ്രിങ്ങിൻ്റെ ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട് കെ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കെ കൂടുതലാണെങ്കിൽ അത് ടഫായിട്ടുള്ള സ്പ്രിങ്ങാണ്. എക്സ്റ്റെൻഡ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്, കംപ്രസ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ കെ ഡിഫൈൻ ചെയ്യുന്നത് സ്റ്റിഫ്നെസ് എന്ന് പറയും, സ്പ്രിങ് ഫാക്ടർ എന്ന് പറയും, സ്പ്രിങ് കോൺസ്റ്റൻ്റ് എന്ന് പറയും, ഫോഴ്സ് കോൺസ്റ്റൻ്റ് എന്ന് പറയും, ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് ദി സ്പ്രിങ് എന്ന് പറയും. ഇങ്ങനെ കെയ്ക്ക് പല പേരുണ്ട്. കെ ഡിഫൈൻ ചെയ്യുന്നത് ഇലോങ്ങേറ്റ് ചെയ്യാൻ സ്ട്രെച്ചിങ് ഫോഴ്സ് ബൈ ഇലോങ്ങേഷൻ, അല്ലെങ്കിൽ കംപ്രസീവ് ഫോഴ്സ് ബൈ കംപ്രഷൻ, F/D. സ്പ്രിങ്ങിനെ ഡീഫോം ചെയ്യാൻ വേണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ കംപ്രസ് ചെയ്യാനോ അപ്ലൈ ചെയ്യേണ്ടി വരുന്ന ഫോഴ്സായ എഫ്. എത്ര നീളം ഇത് ചേഞ്ച് ചെയ്തു എന്ന് പറയുന്നത് ഡി. അപ്പോൾ F/D ആണ് കെ. ഇതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ, അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ, ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ, ഇതൊക്കെ പറയും. ഇനി സ്പ്രിങ്ങിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടി, സ്പ്രിങ് കോൺസ്റ്റൻറ്റ് കെ ലെങ്ത് കൂടും തോറും കുറയും. നീളമുള്ള സ്പ്രിങ് എളുപ്പം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, നീളം കുറഞ്ഞ സ്പ്രിങ് കുറേ കൂടെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് കെ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/L, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു L, ഓർ കെ ഇൻറ്റു L ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇത് സ്പ്രിങ്ങിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു റിലേഷനാണ്. ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്തെഴുതാം. K1 L1 ഈക്വൽസ് K2 L2 ഈക്വൽസ് K3 L3 ഈക്വൽസ് എക്സെട്ര. ഇനിയും ഒരു സ്പ്രിങ് എക്സ്റ്റെൻഡ് ചെയ്യാൻ എക്സ് ദൂരം, എക്സ് കണ്ട അതിൻ്റെ ലെങ്ത് ചേഞ്ച് ചെയ്യുക, കൂട്ടുകയോ കുറയുകയോ ചെയ്ത് അതിനകത്ത് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യും. നമ്മൾ ചെയ്യുന്ന വർക്ക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്പ്രിങ്ങിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ എക്സ് കണ്ട് ലെങ്ത് ചേഞ്ച് ചെയ്താൽ അതിൽ സ്റ്റോർ ചെയ്യുന്ന വർക്ക് അല്ലെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ½KX². അതാണ് സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജി, അല്ല സ്പ്രിങ്ങിൽ നമ്മൾ ചെയ്യേണ്ട വർക്ക്. അത് നമുക്ക് തിരിച്ച് കിട്ടും സ്പ്രിങ് ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ. ഇനി സ്പ്രിങ്ങിൻ്റെ കോമ്പിനേഷൻസാണ്. സ്പ്രിങ് സീരീസിൽ കമ്പൈൻ ചെയ്യുമ്പോൾ ഇങ്ങനെ. എങ്കിൽ ഇതിനെ ഒറ്റ സ്പ്രിങ് കൊണ്ട് റീപ്ലേസ് ചെയ്യണമെങ്കിൽ ആ സ്പ്രിങ്ങിന് ഇതിൻ്റെ ഇക്വലൻ്റ് ആകാനുള്ള യോഗ്യത വേണമെങ്കിൽ ഇതിൻ്റെ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് ഇതിൻ്റെ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് ഈക്വൽ ആയിരിക്കണം. ഇതിൻ്റെ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് KS എന്നിരിക്കട്ടെ, ഇക്വലൻ്റ് സ്പ്രിങ് കോൺസ്റ്റൻറ്റ് ഓഫ് ദി സീരീസ് കോമ്പിനേഷൻ. ഇപ്പോൾ 3 ഉണ്ടെങ്കിൽ നമ്മൾ റെസിസ്റ്റൻസ് വാറിലെടുക്കുന്ന അതേ റിലേഷൻ തന്നെ. KS ഈക്വൽസ് K1 K2 K3 ബൈ K1 K2 പ്ലസ് K2 K3 പ്ലസ് K3 K1. 2 ഉള്ളെങ്കിൽ K1 ഇൻറ്റു K2 ബൈ K1 പ്ലസ് K2. എല്ലാ സ്പ്രിങ്ങിൻ്റെയും ഐഡൻറ്റിക്കൽ സ്പ്രിങ്ങാണ്. എല്ലാത്തിൻ്റെ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് സെയിം ആണെങ്കിൽ കെ എന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ n ഐഡൻറ്റിക്കൽ സ്പ്രിങ്സ് സീരീസിൽ കമ്പൈൻ ചെയ്താൽ അതിൻ്റെ ഇക്വലൻ്റ് സ്പ്രിങ് കോൺസ്റ്റൻറ്റ് KS ഈക്വൽസ് K/N എന്നെടുക്കാം. ഒരെണ്ണത്തിൻ്റെ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്പ്രിങ്സ്. ഇത് റെസിസ്റ്റൻസിൻ്റെ പാരലൽ കോമ്പിനേഷൻ, നമ്മൾ റെസിസ്റ്റൻസിന് ഉപയോഗിക്കുന്ന റിലേഷനാണ്. അടുത്ത പോയിൻ്റ്, സ്പ്രിങ്സ് പാരലായിട്ട്. ഇതിപ്പോൾ 3 സ്പ്രിങ്ങിനെ പാരലിൽ കൊടുത്തിരിക്കുക, ലോഡ് ഇവിടെ കൊടുക്കണ്ടേ. അപ്പോൾ ഇവിടെ ഇപ്പോൾ സ്പ്രിങ് ഫാക്ടർ കുറയും സീരീസ് ആകും. K1 K2 K3 ബൈ K1 K2 പ്ലസ് K2 K3 പ്ലസ് K3 K1. അത് ആ സ്പ്രിങ്ങിലെ ഏറ്റവും കുറഞ്ഞ സ്പ്രിങ് കോൺസ്റ്റൻറ്റിനേക്കാൾ കുറവായിരിക്കും ഈ കോമ്പിനേഷൻ്റെ ഇക്വലൻറ്റ് സ്പ്രിങ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ സ്പ്രിങ് വീക്കാവും. പക്ഷേ പാരലി കണക്ട് ചെയ്യുമ്പോൾ സ്പ്രിങ് കുറേ കൂടെ സ്ട്രോങ് ആവുക. അതിൻ്റെ ഇക്വലൻറ്റ് സ്പ്രിങ് കോൺസ്റ്റൻറ്റ് KP ഈക്വൽസ് K പാരലൽ K1 പ്ലസ് K2 പ്ലസ് K3. എത്ര ഉണ്ടോ അത്രയും സം ചെയ്യുക. ഇതിൻ്റെ അറ്റത്ത് ലോഡ് അറ്റാച്ച് ചെയ്തിട്ട് ഇതിനെ ഡിസ്റ്റർബ് ചെയ്താൽ, കംപ്രസ് ചെയ്യുകയോ ഇലോങ്ങേറ്റ് ചെയ്യുകയോ ചെയ്തിട്ട് സ്ട്രെച്ച് ചെയ്യുകയോ ചെയ്തിട്ട് അങ്ങ് റിലീസ് ചെയ്താൽ ദി ലോഡ് വിൽ എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് വൈബ്രേഷൻസ്. അത് നമ്മൾ അടുത്ത പോസ്റ്റിങ്ങിൽ കുറേ കൂടി ഇതിനെ വിശദമായിട്ട് പറയും. അവിടെ
ഈ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കെ ഈക്വൽസ് എം ഒമേഗ സ്ക്വയർ. ഇപ്പോൾ ഓർത്തിരിക്കണം, ഒമേഗ എന്ന് പറഞ്ഞാൽ 2π ഇൻറ്റു ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻസ്, അല്ലെ 2π/t എന്ന് പറയാം. ടി ഈസ് ദി പീരീഡ് ഓഫ് ഓസിലേഷൻസ്. അപ്പോൾ ഇവിടെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട്, അപ്പോൾ ഈ കെ ഈക്വൽസ് എം ഒമേഗ സ്ക്വയർ എന്നുള്ള ഓർത്തിരിക്കുക. സോ ദാറ്റ് ഒമേഗ സ്ക്വയർ ഈസ് k/m. അവിടുന്ന് പീരീഡ് ഓഫ് ഓസിലേഷൻസ് എടുത്താൽ 2π√m/k എന്ന് വരും. അത് ഞാൻ അടുത്ത പോസ്റ്റിങ്ങിൽ ചെയ്യും. ഇപ്പോൾ ഇതുവരെ പറഞ്ഞതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, a spring of force constant K is cut into lengths of ratio 1:2:3. They are connected in series and the new constant is K dash. Then they are connected in parallel and force constant is K double dash. Then K dash is to K double dash will be A 1.1:6, B 1:9, C 1:11, D 1:14. ഇവിടെ ഈ കെ ഡാഷ് ഈക്വൽസ് കെ എന്ന് തന്നെ എടുക്കാം. കാരണം കട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കെ ആയിരുന്നു. അത് കഴിഞ്ഞ് അതിൽ ഓരോ പീസിനും ഓരോ കെ വാല്യൂ വരും. പക്ഷേ ഇത് സീരീസ് ജോയിൻ ചെയ്യുമ്പോൾ പഴയ സ്പ്രിങ് പോലായി. ചുരുക്കത്തിൽ കെ ഡാഷ് ഇത് മൂന്നും കൂടെ സീരീസിലിടുമ്പോൾ ആ ഒറിജിനൽ സ്പ്രിങ്ങിൻ്റെ കോൺസ്റ്റൻറ്റ് തന്നെയാണ്. അപ്പോൾ കെ ഡാഷ് ഈക്വൽസ് കെ എന്ന് കിട്ടും. ഇനി ഇത് പാരലി കണക്ട് ചെയ്യുമ്പോൾ കെ ഡാഷ് ആഡ് ചെയ്യണം. അപ്പോൾ K1, K2, K3 ഇതെല്ലാം കാണുക. അപ്പോൾ അത് ചെയ്യേണ്ടത് ടോട്ടൽ ലെങ്ത് 1:2:3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ലെങ്ത് 1 + 2 + 3 6 എന്നെടുക്കുക. എങ്കിൽ K ഇൻറ്റു L ഈസ് എ കോൺസ്റ്റൻ്റ് എന്നല്ലേ. അപ്പോൾ ഒറിജിനൽ ലെങ്ത് 6 ഇൻറ്റു ഒറിജിനൽ K. അപ്പോൾ K ഇൻറ്റു L, K1 L1 എന്നുള്ള ഫോമാണ്. ഈക്വൽസ് ഒരു ബേസിൻ്റെ L1 1 എന്നിരിക്കട്ടോ. അപ്പോൾ അതിൻ്റെ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് K1. അപ്പോൾ 1 × K1 ഈക്വൽസ് രണ്ടാമത്തെ പീസിൻ്റെ ലെങ്ത് 2 യൂണിറ്റാണ്. അതിൻ്റെ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് K2. അപ്പോൾ 2K2 ഈക്വൽസ് 3K3. ഇത് ഈക്വൽസാണ്. ഈക്വൽസ് 3K3. ഇത് ഈക്വൽസ് അതിനാണ്. ഇത് ഈക്വലാണ്. അപ്പോൾ K1 L1 ഈക്വൽസ് K2 L2 ഈക്വൽസ് K3 L3 ഈക്വൽസ് K4 L4 എന്നുള്ള ഫോമായത്. K × 6 ഈക്വൽസ് K1 × 1 ഈക്വൽസ് K2 × 2 ഈക്വൽസ് K3 × 3. ഇവിടുന്ന് ഇതും കൂടെ നമ്മൾ പറഞ്ഞല്ലോ. K1 ഈസ് 6K. അപ്പോൾ ഷോർട്ടസ്റ്റ് പീസിൻ്റെ സ്പ്രിംഗ് ഫാക്ടർ ഒറിജിനൽ സ്പ്രിങ്ങിൻ്റെ 6 times വരും. K2 കാണാനായിട്ട് ഇതും കൂടി ഇക്വേറ്റ് ചെയ്താൽ മതി. 2K2 ഈക്വൽസ് 6K or K2 ഈക്വൽസ് 3K. K3 കാണാമെങ്കിൽ 3K3 ഈക്വൽസ് 6K or K3 ഈക്വൽസ് 2K. അപ്പോൾ K1 K2 K3 കിട്ടി. ഇവ പാരലി ജോയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഇക്വലൻറ്റ് K ഡബിൾ ഡാഷ് ആണെന്ന് ചോദ്യത്തിൽ പറയുന്നുണ്ട്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. K1 + K2 + K3 എന്ന് പറയുമ്പോൾ 6K + 3K + 2K എന്ന് പറഞ്ഞാൽ 11K. എങ്കിൽ അപ്പോൾ K ഡാഷ് എന്ന് പറഞ്ഞാൽ K ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ 11K. സോ K ഡാഷ് ബൈ K ഡബിൾ ഡാഷ് ഈക്വൽസ് K/11K or 1/11. സോ റേഷ്യോ ഈസ് 1:11. അതാണ് ചോയ്സ് ഈസ് സി. അടുത്തത് one end of a spring of constant K is fixed to a support
and hangs vertically. A block of mass m is attached to the free end. When the block is lowered slowly to its equilibrium position, an elongation of d is observed. When the block is released suddenly, an elongation of d dash is observed. The ratio d is to d dash is A, 1:1, B, 1:2, C, 2:1, D, 1:4. അത് പറഞ്ഞിരിക്കുന്ന ഒരു സ്പ്രിങ്ങിൻ്റെ ഒരറ്റം ഒരു സപ്പോർട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നു. താഴത്തെ എൻഡിൽ ഒരു ലോഡ്, ഒരു ബ്ലോക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. രണ്ട് രീതിയിൽ ഈ ലോഡ് നമുക്ക് റിലീസ് ചെയ്യാം. ആദ്യം സ്ലോ ആയിട്ടാണ് നമ്മൾ കൈ കൊണ്ട് ഇതിനെ താങ്ങി പിടിച്ചിട്ട് പതുക്കെ താഴോട്ട് കൈ കൊണ്ടുവന്ന് ഇതിനെ റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഇക്വിലിബ്രിയം പൊസിഷൻ വരുമ്പോൾ സ്പ്രിങ് ഡി കണ്ട എക്സ്റ്റെൻഡായി. അതിന് രണ്ടാമത് പറയുന്നത് ആ ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് നമ്മൾ ആ ബ്ലോക്ക് അങ്ങ് വിടുക. അപ്പോൾ അത് പാഞ്ഞു വന്ന് റസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇലോങ്ങേഷൻ ഡി ഡാഷ്. എങ്കിൽ ഡി ഈസ് ടു ഡി ഡാഷ് 1:1, 1:2, 2:1, 1:4 ഇതിലേതാണെന്നുള്ളത്. ഈ സ്ലോ ആയിട്ട് ഫോൾ ചെയ്യുമ്പോൾ, സ്ലോ ആയിട്ട് ലോവർ ചെയ്യുമ്പോൾ ഈ ഫുൾ വെയ്റ്റ് ബ്ലോക്കിൻ്റെ മാസ് എം ആണ്, അതിൻ്റെ വെയ്റ്റ് എം ചെയ്യാം. ഈ ഫുൾ വെയ്റ്റ് ആരംഭത്തിൽ അതിന് കിട്ടുന്നില്ല. കുറേശ്ശെ നമ്മൾ റിലീസ് ചെയ്ത് ഇക്വിലിബ്രിയത്തിലെത്തുമ്പോഴാണ് നമ്മൾ കൈ അങ്ങ് മാറ്റുന്നത്. ആ സമയത്ത് അതിന് ഫുൾ ലോഡ് കിട്ടുക. അപ്പോൾ എം ജി എന്ന് പറയുന്ന ഫുൾ ലോഡ് ഫൈനൽ സ്റ്റേജിൽ അതിന് കിട്ടുന്നുള്ളൂ. ആരംഭത്തിൽ ആ സ്പ്രിങ്ങിലുള്ള ലോഡ് 0യാണ്. നമ്മൾ കൈകൊണ്ട് ഈ ലോഡ് താങ്ങി പിടിച്ചിരിക്കുക. അപ്പോൾ ആവറേജ് ഫോഴ്സ് 0 + mg ഡിവൈഡഡ് ബൈ 2, എന്നാലും mg/2. അതാണ് അവിടുത്തെ ആവറേജ് ഫോഴ്സ്. ഡി ആണ് ഇത് ഇലോങ്ങേറ്റ് ചെയ്യുന്നത്. എങ്കിൽ ആവറേജ് വർക്ക് എന്ന് പറഞ്ഞാൽ F/S mg/2 × d, അല്ലെ ½ mgd. ഇത് അതിൻ്റെ എനർജിക്ക് തുല്യമായിരിക്കണം. സ്പ്രിങ്ങിലെ പൊട്ടൻഷ്യൽ എനർജിക്ക് തുല്യമായിരിക്കണം. ½ kd², ½ kx² എന്ന് മുമ്പേ ഞാൻ പറഞ്ഞല്ലോ. എക്സിന് വരെ ഇവിടെ ഇപ്പോൾ ഡി ആണ്. അപ്പോൾ അതൊരിക്കത്തെ നമുക്ക് സ്ലോ ആയിട്ട് റിലീസ് ചെയ്യുമ്പോൾ 0 + വർക്ക് എനർജി പ്രിൻസിപ്പിൾ 0 + mg/2 ആവറേജ് ഫോഴ്സ് ഓൺലി സ്പ്രിങ് ഇൻറ്റു ഡിസ്റ്റൻസ്. അപ്പോൾ ഇത് ആവറേജ് വർക്കാണ്. ദറ്റ് ഈസ് ½ mgd. ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ½ kd². സ്പ്രിങ്ങിൽ അത് സ്റ്റോർ ചെയ്യുന്നു. ഇവിടെ നിന്നും ഡി എടുത്താൽ mg/k എന്ന് വരും. ഇനി പെട്ടെന്ന് റിലീസ് ചെയ്യുമ്പോൾ ആരംഭം മുതൽ ഈ ലോഡ് ഇതിലുണ്ട്. അപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഫോളോ ചെയ്യുമ്പോഴുള്ള പൊട്ടൻഷ്യൽ എനർജി സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുക. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ത് എഴുതാം? mg × d, mg/d'. ഇപ്പോൾ d' ആയി ഇലോങ്ങേഷൻ. അപ്പോൾ ലോസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി ബ്ലോക്ക് ഈസ് mg × d'. ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ഗെയിൻഡ് ബൈ ദി സ്പ്രിങ് ½ kd². ഹാഫ് ഇവിടുന്ന് d' ഈക്വൽസ് 2 mg/k. സ്ലോ ആകുമ്പോൾ mg/k, പെട്ടെന്നിടുമ്പോൾ 2 mg/k. സോ d/d' ഈക്വൽസ് mg/k പറ്റി പോവും 1/2 എന്ന് വരും. ഓർ ദി ചോയ്സ് ഈസ് 1:2 b. ഇത് പെട്ടെന്ന് ചെയ്യാനുള്ളതുള്ളൂ. സ്ലോ ആയിട്ട് ഫോളോ ചെയ്യുമ്പോൾ ആവറേജ് വർക്ക് is equal to potential energy of the spring എന്നെടുക്കുക. ½ mgd ഈക്വൽസ് ½ kd². പെട്ടെന്നിടുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ലോസ്റ്റ് ബൈ ദി ബ്ലോക്ക് ഇൻ ഫോളോയിങ് ദി ഇലോങ്ങേഷൻ, ഡിസ്റ്റൻസ് ഓഫ് ഇലോങ്ങേഷൻ mgd'. ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി സ്പ്രിങ് ½ kd².
അവിടെ നിന്ന് ഡി ഡാഷ് കണ്ടുപിടിക്കുക, ആദ്യത്തെ കേസിന് ഡി കണ്ടുപിടിക്കുക, റേഷ്യോ പെട്ടെന്ന് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഒരു 2-5 സെക്കൻഡ് മതി. അത് അത്രയേ ഉള്ളൂ. അങ്ങനെ കുറവാണ്. The stiffness of a spring is 200 Newton per millimeter. A 100 kilogram load falling from a height compresses the spring by 10 millimeter. The acceleration with which the load begins to rebound: A. 20 meter per second square, B. 10 meter per second square, C. 30 meter per second square, D. 15 meter per second square. അതായത് ഒരു സ്പ്രിങ് 200 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്പ്രിങ് കോൺസ്റ്റൻ്റ് ഉള്ള ഒരു സ്പ്രിങ്ങിലേക്ക് ഒരു 100 കിലോഗ്രാം ബ്ലോക്ക് മുകളിൽ നിന്ന് ഇടുക. അപ്പോൾ ഇത് കംപ്രസ്ഡ് ആകുന്നുണ്ട് 10 മില്ലിമീറ്റർ കൊണ്ട്. ഇതെന്നിട്ട് റീബൗണ്ട് ചെയ്യും. സ്പ്രിങ്ങിൻ്റെ കംപ്രസ്ഡ് ആകുന്ന സ്പ്രിങ് ഒറിജിനൽ ലെങ്തിലേക്ക് വരാൻ വേണ്ടി ഇത് ബ്ലോക്കിനെ മുകളിലോട്ട് തള്ളും. അപ്പോൾ ആ ലോഡിന് കിട്ടുന്ന ഇനീഷ്യൽ ആക്സിലറേഷൻ എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ ആ സ്പ്രിങ്ങിൻ്റെ അപ്വേഡ് 200 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ ആ സ്പ്രിങ് കോൺസ്റ്റൻറ്റ്. 1 മില്ലിമീറ്റർ കംപ്രസ് ചെയ്യാൻ 200 ന്യൂട്ടൺ വേണം. ഇവിടെ 10 മില്ലിമീറ്റർ കംപ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്പ്രിങ്ങിൽ നിന്നും കിട്ടുന്ന ഫോഴ്സ് 200 × 10. 1 മില്ലിമീറ്ററിന് 200 ന്യൂട്ടൺ എങ്കിൽ 10 മില്ലിമീറ്ററിന് 200 × 10 2000. അപ്പോൾ സ്പ്രിങ് പ്രൊവൈഡ് ചെയ്യുന്ന അപ്വേഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 200 × 10 2000 ന്യൂട്ടൺ. ഇനി ആ ബ്ലോക്കിൻ്റെ ലോഡിൻ്റെ വെയിറ്റ് താഴോട്ടുണ്ട്. സ്പ്രിങ്ങിൻ്റെ ഫോഴ്സ് മുകളിലോട്ട്, ബ്ലോക്കിൻ്റെ വെയിറ്റ് mg താഴോട്ടാണ്. m 100 കിലോഗ്രാമാണ് എങ്കിൽ അതിൻ്റെ വെയിറ്റ് 100 × g 100 × 10 1000 ന്യൂട്ടൺ. അപ്പോൾ 1000 ന്യൂട്ടൺ താഴോട്ടുണ്ട് വെയിറ്റായിട്ട്. സ്പ്രിങ് കൊടുക്കുന്ന അപ്വേഡ് ഫോഴ്സ് 2000 ന്യൂട്ടൺ ഉണ്ട്. എങ്കിൽ റിസൾട്ടൻ്റ് അപ്വേഡ് ഫോഴ്സ് ഈസ് 2000 - 1000, ദാറ്റ് ഈസ് 1000 എഫ്. എങ്കിൽ ആക്സിലറേഷൻ A = F/m 1000/100 കിലോഗ്രാം, ദാറ്റ് ഈസ് 10 meter per second square. That is the answer. So choice is B, 10 meter per second square. Another one. A man applies a force F upon a spring, stretching it in a railway coach moving with uniform velocity v. While the train moves a distance d, work done by the man relative to the earth: A. F × d, B. -F × d, C. 2F × d, D. 0. ഇതാ സംഭവം. ഒരു റെയിൽവേ കോച്ച് v വെലോസിറ്റിയിൽ ഇങ്ങോട്ട് പോവാം. അപ്പോൾ ഈ ഇതിനകത്ത് നിന്ന് ഒരു സ്പ്രിങ് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്പ്രിങ് ഇങ്ങോട്ട് വലിക്കുന്നു വിത്ത് എ ഫോഴ്സ് F. എങ്കിൽ ഈ ട്രെയിൻ d ദൂരം മുന്നോട്ട് പോകുമ്പോൾ ഗ്രൗണ്ടിൽ നിന്നെ സംബന്ധിച്ച് റിലേറ്റീവ് ആയിട്ടുള്ള വർക്ക് എത്രയാണെന്നാണ് ചോദ്യം. സ്പ്രിങ്ങിൽ ഇങ്ങോട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ F ഇങ്ങോട്ടാണ്. അപ്പോൾ അവൻ ചെയ്യുന്ന വർക്ക് ഇങ്ങോട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അയാൾ ചെയ്യുന്ന വർക്ക് എത്രയാണെന്ന് ആദ്യം നോക്കണം. ട്രെയിൻ d ദൂരം അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് d അങ്ങോട്ട്, അയാൾ പ്രയോഗിക്കുന്ന ഫോഴ്സ് നേരെ എതിരെ. അപ്പോൾ വർക്ക് ഈസ് -F × d, -F × d. ഇനിയും ഇയാളുടെ കാല് ഈ ഫ്ലോറിലാണ് ബന്ധിച്ചിരിക്കുന്നത്, ഫ്ലോറിൽ ടച്ച് ചെയ്ത് നിൽക്കുക. അപ്പോൾ ഫ്ലോറിൽ നിന്നും ഫ്രിക്ഷൻ മൂലം ഗ്രിപ്പുണ്ട്. അപ്പോൾ ഈ ട്രെയിൻ മുന്നോട്ട് പോവുക. അപ്പോൾ അതേ ഫോഴ്സ് റിയാക്ഷനായിട്ട് ഫ്ലോറിൽ ചെല്ലുന്നുണ്ട് ട്രെയിനിൻ്റെ. അത് മുന്നോട്ടായിട്ട് കാല് തള്ളുന്നത് ഈ സ്പ്രിങ് പുറകോട്ട് വലിക്കുമ്പോൾ. അപ്പോൾ സ്പ്രിങ്ങിൻ
അയാളെ ഏൽപ്പിച്ച അതേ ഫോഴ്സ് അയാളുടെ ഫുട്ട് ട്രെയിനിൽ ഏൽപ്പിക്കുന്നുണ്ട്. അത് ഡിയുടെ ഡയറക്ഷനിലാണ്. അപ്പോൾ അവിടെ നടക്കുന്ന വർക്ക് പ്ലസ് എഫ് ഇൻറ്റു ഡി. സോ ടോട്ടൽ വർക്ക് ഡൺ ബൈ ദി മാൻ ഈസ് മൈനസ് എഫ് ഡി പ്ലസ് എഫ് ഡി ഈക്വൽസ് 0 with relative to the ground. That is the answer. Thank you.